എന്റെ കുഞ്ഞെവിടെ പോയോന്നു. ഐഷ, നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ. കുഞ്ഞിവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നീ ഇങ്ങനെ കിടന്ന് കരയാതെ. ഞാൻ നിങ്ങളടുത്ത് ഒരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പെൺകുഞ്ഞാണ്, അവളെ സമയത്തിന് പോയി വിളിക്കണമെന്ന്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലായിരുന്നെങ്കിൽ എന്റെ അടുത്ത വാപ്പേന്റെ അടുത്താ പറയാത്തത്, ഞങ്ങൾ പോകൂലായിരുന്ന. ഐഷ, ഐഷ, നിങ്ങൾ കൊച്ചിന് വഴക്കുവല്ലോ പറഞ്ഞായിരുന്നു? ഇല്ലപ്പ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. പിഞ്ചു മനസ്സല്ലേ, നമ്മളെ കരുതുന്നതായിരിക്കൂല പാത്തു കരുതിയിട്ടുള്ളത്. ഇനി അവളെ സ്വന്തം ഉപ്പല്ല വന്ന് വിളിച്ചോണ്ട് പോയാ? അതെനിക്കും തോന്നി. ഞാൻ അയാളെ വിളിച്ചു, പക്ഷെ അവൾ അവിടെയും ചെന്നിട്ടില്ല. എന്നാ ഇനി നമുക്ക് സമയം കളയണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലോ? നീ എനിക്കറിയല്ലേ മോളെ, വയറ്റിലൊരു കൊച്ചുള്ളതല്ലേ, അതിനെ ബാധിക്കും. ഐഷ, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ. അവളൊരിടത്തും പോവില്ല. എന്റെ മോള് നമുക്ക് കണ്ടെത്താം ഐഷ. മോളെ, നീ ഇന്ന് മുതൽ ഹാളിൽ കിടന്നാൽ മതി. ഉമ്മയുടെ പ്രസവം എടുത്തോണ്ടേ അർജുൻ സ്ഥിരമായിട്ട് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അർജുൻ ഇവിടെ കിടന്നോട്ടെ, ഞാനും അർജുൻ്റെ കൂടെ കിടക്കുക. അർജുൻ എൻ്റെ അച്ഛനല്ലേ. നിന്റെ പ്രായത്തിൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഇതില്ല നിനക്ക്. നീ ഇറങ്ങി വാ, ഇപ്പൊ പറയുന്ന കേൾക്ക്. ബാ. മോളെ, മോളെ, പാത്തു, ഇന്നെന്തൊക്കെയാ സ്കൂളിൽ പഠിപ്പിച്ചേ? എന്നത്തെയും പോലെ ആയിരുന്നു. ഐഷ, പാത്തുവിന് എന്ത് പറ്റി? മുമ്പൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന ഹോംവർക്കൊക്കെ ചെയ്യാൻ സഹായിക്കുമെന്ന് ചോദിക്കുമായിരുന്നു. അത് ടീച്ചർ വല്ലതും പറഞ്ഞതായിരിക്കും. അല്ല, ഈ ഇടയ്ക്ക് ഒറ്റ വാക്ക് ഉത്തരം പറഞ്ഞ് പോകുന്ന ശീലം കൂടിയിട്ടുണ്ട്. മുമ്പൊക്കെ കഥ പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് നേരെ റൂമിൽ കിടക്കാനും തുടങ്ങിയിട്ടുണ്ട്. അവള് വളർന്നു വരുന്ന കുട്ടിയല്ലേ, അവൾക്ക് അവളുടേതായ സ്പേസ് ഇല്ലേ. പിന്നെ പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്നതിൻ്റെ ആകാം. അവൾക്കൊരു അനിയനോ അനിയത്തിയോ വരാൻ പോവുകയല്ലേ. അമ്മ, എല്ലാവരും ഇപ്പം എൻ്റെ കൂടെ ഒരുമാതിരിയാണല്ലോ പെരുമാറുന്നത്. ഇന്നലെ ഉപ്പുപ്പ മുറിയിൽ നിന്ന് മാറാൻ പറഞ്ഞു. വന്ന് ഇപ്പം ആരും എന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല. അമ്മൂമ്മ, എന്തിനാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് വിഷമമാകുന്നത് പോലെ ആരും ചിന്തിക്കുന്നില്ല. മോളെ, പുതിയ വാവ വരികയല്ലേ, അപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിയും. അത് അർജുൻ്റെ ചോരയല്ലേ. മോളുടെ സ്ഥാനം എന്താണെന്ന് മോളും മനസ്സിലാക്കണം. അല്ലാതെ മോളെ വേണ്ടാത്തോണ്ടൊന്നുമല്ല. മോള് ചേച്ചിയാവാൻ പോവില്ലേ, അതൊക്കെ മോളും ഒപ്പം ഒന്ന് ഓർക്കണം കേട്ടോ. വാവ വന്നാൽ ആദ്യത്തെ മോള് ഞാൻ തന്നെയല്ലേ. എന്നെ അവർ നോക്കണ്ടേ? ഞാൻ കരഞ്ഞാൽ പോലും ആരും പണ്ടത്തെ പോലെ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാറില്ല. റൂമിൽ നിന്ന് അവരിപ്പോൾ എന്നെ മാറ്റിയില്ലേ, ഇപ്പം ഞാൻ ആരുമല്ല. മോളെ, മോള് പെൺകുട്ടിയാണ്, മോള് വലുതായി വരികയാണ്. അമ്മയ്ക്കിനിയിപ്പോൾ വാവയുണ്ടാലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് കൂട്ടിയാൽ മതി. പിന്നെ മോള് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴേ നോക്കി തുടങ്ങുന്നത് നല്ലത് തന്നെയല്ലേ. മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ട ഫെയറി ടെയിൽസ്? എനിക്കിത് വേണ്ട. അല്ല മോളെ, നല്ല കഥകളൊക്കെയാണല്ലോ, നോക്കിക്കേ. എനിക്ക് പഠിക്കണം. അച്ഛന്ന് പോവോ? പിന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? ഇപ്പം എന്തുപറ്റി അങ്ങനെ ഒരു ചിന്ത? അല്ല, ഈ പാത്തു എന്നിൽ നിന്ന് അകലും പോലെ ഒരു തോന്നൽ. ചില കാര്യങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. എപ്പോഴും ഇങ്ങനെ അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തോന്നുന്നതാ ഇതൊക്കെ.
ഈ മാർക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ തല്ലും. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സ്നേഹം കുറവാ. പക്ഷെ പേപ്പറിൽ ഒപ്പ് വേണമല്ലോ. ഉമ്മനെ അടിക്കില്ല, ഉമ്മ എനിക്ക് ഒപ്പിട്ട് തരും. വേണ്ട, ഇനി പഠിക്കാത്ത കുട്ടിയെ അവർ സ്കൂളിൽ വിടാൻ മടിച്ചാലോ? പുതിയ വാവ് വരുമ്പോൾ അവർ നിന്നെ പഠിക്കാൻ പോലും വിട്ടില്ലെങ്കിലോ? ഞാൻ ഇനി ആരുടെ കൂടെ കളിക്കും? ഇനി എനിക്ക് ആര് കളിപ്പാട്ടം വാങ്ങിത്തരും? എനിക്കിനി ആ വീട്ടിൽ ആരുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ആ വീട്ടിൽ പോകുന്നത്? അവർക്ക് ഞാനൊരു ഭാരമാണ്. ഞാൻ ഇല്ലാതായ അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഹലോ. ഹലോ, അർജുൻ അല്ലേ? അതെ സർ. ഫാത്തിമയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോവാം. സർ, അവളെ എവിടെ നിന്ന് കിട്ടിയ സാറേ? തെരുവ് നായ്ക്കളുടെ മുമ്പിൽ പെട്ട് ഓടുമായിരുന്നു കുട്ടി. പിന്നെ നാട്ടുകാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അവരിങ്ങ് കൊണ്ടുവന്നു. ശരി, ഞാൻ ഇതാ വരുന്നത് സാറേ. മോളെ കിട്ടിയച്ചാ. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? പാത്തു, ഇങ്ങനെയൊന്നും പോരുത് കേട്ടോ. ഇവിടെ ഇപ്പം ആരും എന്നെ പണ്ടത്തെ പോലെ കാത്തിരിക്കുന്നില്ല. ആർക്കും എന്നെ പഴയതുപോലെ സ്നേഹിക്കണ്ട. മോളെ പാത്തു, ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോണ വാവ എല്ലാവർക്കും മതിയല്ലോ. എനിക്ക് അർജു വന്നപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛന്ന് വിളിക്കാൻ കഴിഞ്ഞ. എനിക്ക് അച്ഛൻ അത്ര ഇഷ്ടമാണ്. ഉമ്മയും അച്ഛനും ഒരു കുടുംബം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. മോളെ, ഈ വാവയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് അച്ഛൻ ആദ്യം കേട്ടത് നിന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കാൻ നോക്കിയ സോറി. ഉമ്മ ഒരുപാട് കരഞ്ഞു. ഉമ്മ വയ്യാണ്ടിരിക്കുകയല്ലേ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ. സോറി അച്ഛൻ, ഞാൻ പേടിച്ചിട്ട് ചെയ്തത്. പേടിച്ചോ? പേടി എന്തിനാ എൻ്റെ കുഞ്ഞിന്? എനിക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടി, മാർക്ക് കുറവാണ്. നിങ്ങൾ അടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ മോളെ, പരീക്ഷ ഇനി എഴുതാമല്ലോ. നമ്മൾ തീർച്ചയായിട്ടും പോയ മാർക്കെല്ലാം മേടിക്കും. ഓക്കെ, നമ്മൾ തിരിച്ച് ഉറപ്പായിട്ടും എല്ലാത്തിനും ജയിക്കും. ഓക്കെ, വെരി ഗുഡ് ചക്കര മോൾ.